സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് നിലമ്പൂര് അമ്പിട്ടാമ്പെട്ടിയിലാണ്. ഒരു വീടുകളുടെ അവസ്ഥ ഇത് കാണേണ്ടത് തന്നെയാണ്. ഇപ്പൊ നിലവില് വീടൊക്കെ പൂർണ്ണമായിട്ട് അതുകൊണ്ട് മണ്ണ് വന്ന് അടിഞ്ഞു കയറിപ്പോയി. ഇതുണ്ടോ, ഒരു വീടുകളുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഒരു വീടിന്റെ മുറ്റമാണ്, അകത്തേക്ക് കയറാൻ പറ്റില്ല. മൊത്തം ഇതുണ്ടോ, ഓരോ വീടുകൾ അടിച്ച് തകർത്ത് പൊളിഞ്ഞു പോയ ഉരുള് പൊട്ടി ഇതുവഴിയാണ് ഇത് പോയത്. ഇത് ചേച്ചിയുടെ വീടാണോ ചേച്ചി? അല്ല, വീടിനകത്തേക്ക് ഇപ്പൊ കയറാൻ പറ്റില്ല. മൊത്തം നാശമായിപ്പോയി. കംപ്ലീറ്റ് ഭാഗങ്ങളും വീടുകളൊക്കെ ഏതാ ഒന്നും നടക്കുകയാണ്. വീട് നശിച്ചു പോയതാണ് ഈ കാണുന്നത്. ഒരു വീടാണ് ആ കാണുന്നത്. അതിനപ്പുറത്തൊരു വീടുണ്ട്, അതിനകത്തേക്ക് എത്താൻ പോലും പറ്റില്ല. ഇതിനപ്പുറത്താണ് ഏതാണ്ട് 60ഓളം ആളുകൾ മണ്ണിനടി ഇപ്പോഴും കിടപ്പുണ്ട്. ആ മലയ്ക്കപ്പുറത്ത് അല്ലേ? അവിടെയാണ്. അതിന്റെ പേരെന്താണ്? പിന്നെ വേറൊരു പേര് വന്നു, പൂതാണ് അല്ലേ? കവളപ്പാറയിലാണ് ഏതാണ്ട് 60ഓളം പേര് ഇപ്പോഴും അതിനകത്ത് കിടപ്പുണ്ട്. നിലവില് ഇപ്പോഴും 60ഓളം പേര് ആ മലയ്ക്ക് അപ്പുറത്ത് കിടപ്പുണ്ട്, മണ്ണിനടിയിലുണ്ടവര്. പോലീസും രക്ഷാപ്രവർത്തനവും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു പരിധി വരെ അവരെ കൊണ്ട് നടത്താവുന്നതിന് പരിധികളുണ്ട്. ഇതുണ്ട്, ഒരു വീടിന്റെ ഫ്രണ്ടാണ് ഈ കാണുന്നത്. വീട് കംപ്ലീറ്റ് മൂടിപ്പോയി, ഒന്നും കാണാൻ വയ്യാത്ത രീതിയിൽ മൂടിപ്പോയി. ഏതാ ആണല്ലേ? ഒരു 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 എന്തോ ഒരു വലിയ താണ്ഡവമാടിയതുപോലെയാണ് ഇതിന്റെ ഒരു നിശേഷം തകർന്നു. പക്ഷേ സഹായങ്ങൾ വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സഹായമായിട്ട് വരുന്ന ആളുകൾ യഥാർത്ഥ വിക്ടിംസിനെ, യഥാർത്ഥ ഇരകളെ കണ്ടെത്തി അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കണം. അപ്പോഴാണ്, അതെ, അവരുടെ വീടുകളിൽ സഹായം എത്തുമ്പോഴാണ് ദുരിതാശ്വാസം എന്ന് പറയുന്ന ഒരു ഭാഗം പൂർണ്ണമാകുന്നത്. അല്ലാതെ റോഡ് സൈഡിൽ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ക്യാമ്പുകളിൽ കൊണ്ട് ഡംപ് ചെയ്തിട്ട് പോവുകയല്ല യഥാർത്ഥ ഈ ദുരിതാശ്വാസം എന്ന് പറയുന്നത്. ഇതുണ്ടോ, ഒരു വീടിനകമാണ് ഈ കാണുന്നത്, വീടിന്റെ മുറ്റമാണ് ഈ കാണുന്നത്. മൊത്തം വീടിന്റെ അവസ്ഥയാണ് കണ്ടോ. ഇതാണ് ഇത്. അടുത്ത ദിവസം കല്യാണമാണ് വീട്ടില്. ഇവരാണല്ലേ? ഒരു അടുത്ത മാസം വിവാഹം നടക്കേണ്ട വീടാണ് ഈ കാണുന്നത്. മണ്ണ് അകത്ത് കയറിപ്പോയി. ആണല്ലേ? ഇതാണ് അവസ്ഥ. ഇവിടെ ഇപ്പോ സഹോദരങ്ങൾ അതിന്റെ മണ്ണ് ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവര്. മൊത്തത്തില് ഇവിടെ ഒരു ഭയാനകമായ അവസ്ഥയാണ് ഉള്ളത്. നിലവില് സർക്കാർ സംവിധാനം ഇടപെടുന്നുണ്ടെങ്കിൽ വിക്ടിംസിന് യഥാർത്ഥ ഇതിൽ കിട്ടണമെന്നുള്ളതാണ്. ഇതാണ് ഒരു കിണറായിരുന്നത്. കിണർ പൂർണ്ണമായിട്ടും മൂടിപ്പോയി. ഇത് അടുത്ത വീടിന്റെ ഫ്രണ്ട്, ചേച്ചിയുടെ അനിയത്തിയുടെ വീട് അല്ലേ? ഇതാണ് അതിനകത്തുള്ള വിഷയങ്ങൾ. എത്രത്തോളം ഭയാനക ഒരു വീടിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. വെള്ളം വന്ന് അടിച്ചു കയറിയിട്ട് ഇതുണ്ടോ, വല്ലാത്ത അവസ്ഥ. ഇതുണ്ടോ, വീടില്ല.
വീടില്ല. തെങ്ങ് വന്ന് മറിഞ്ഞിടണം. ഇങ്ങനെ നിരവധി വീടുകൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാഴ്ചകൾ പറയുന്നത് നമ്മുടെ ഇവിടെ ഒരു 10-15-20 വീടുകളും ഈ 100ഓളം ഇതേപോലെ താഴ്വശത്തും മുകൾ വശത്തും അങ്ങോട്ടൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഈ 100 വീടുകളും വരുന്നത്. ഇത് കണ്ട ഒരു വീടിന്റെ അവസ്ഥയായി കാണുന്നു. എത്രത്തോളം ഭയാനകം എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഭയാനകമാണ്. ഒലിച്ചുപോയി, മൊത്തം കംപ്ലീറ്റ് അവർക്ക് ഒലിച്ചു പോയിരിക്കുന്നു. അപ്പോ സഹായങ്ങൾ എത്തിക്കുന്ന സഹോദരങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, നിലമ്പൂര് അമ്പിട്ടാമ്പയിൽ അത് മറക്കരുത്.